ഹായ്, എൻ്റെ പേര് അമ്പിളി. എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് എടുക്കാൻ പോകുന്നത് അടിസ്ഥാന പാഠാവലിയിലെ പിന്നെയും പൂക്കുമീ ചില്ലകൾ എന്ന യൂണിറ്റിലെ എണ്ണ നിറച്ച കരണ്ടി എന്ന പാഠഭാഗമാണ്. ഇത് ലോകപ്രസിദ്ധ നോവലിസ്റ്റായ പൗലോ കൊയ്ലോയുടെ ദി ആൽക്കമിസ്റ്റ് എന്ന നോവലിലെ ഒരു ഭാഗമാണ്. 1947 ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ് പൗലോ കൊയ്ലോ ജനിച്ചത്. അദ്ദേഹത്തിൻ്റേതായിട്ട് ദി പിൽഗ്രിമേജ്, ദി ആൽക്കമിസ്റ്റ്, ബ്രിഡ, 11 മിനിറ്റ്സ്, ദി ഫിഫ്ത്ത് മൗണ്ടൻ തുടങ്ങിയ കൃതികൾ ലഭ്യമായിട്ടുണ്ട്. നമുക്ക് പഠിക്കാനുള്ള ഈ പാഠഭാഗം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് രമ മേനോനാണ്. ആൽക്കമിസ്റ്റ് എന്താണ് ഈ നോവലിൻ്റെ ഒരു പ്രമേയം? ഒരു സ്വപ്ന ദർശനത്തിൻ്റെ പ്രേരണയിൽ സാന്റിയാഗോ എന്ന ഇടയ ബാലൻ നടത്തുന്ന യാത്രയാണ് പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് എന്ന നോവൽ. ആ സ്വപ്നത്തിൻ്റെ അർത്ഥം കണ്ടെത്താൻ അവൻ നടത്തുന്ന ശ്രമങ്ങളിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത്. തൻ്റെ യാത്രക്കിടയിൽ ചിത്രശലഭം, ജിപ്സി സ്ത്രീ, വൃദ്ധൻ തുടങ്ങി പലരെയും സാന്റിയാഗോ കണ്ടുമുട്ടുന്നു. ഇതിൽ വൃദ്ധൻ പറഞ്ഞുകൊടുത്ത ഒരു കഥയാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം. അപ്പം നമുക്ക് പാഠത്തിലേക്ക് പോകാം. ടെക്സ്റ്റ് എടുത്ത് എല്ലാവരും ശ്രദ്ധയോടെ നോക്കിയിരിക്കണം. ഒരു കച്ചവടക്കാരൻ അയാളുടെ മകനെ അക്കാലത്തെ ഏറ്റവും പ്രസിദ്ധനായ ജ്ഞാനിയുടെ അരികിലേക്ക് അയച്ചു. ജ്ഞാനി എന്നാൽ അറിവുള്ളയാൾ എന്നാണ് അർത്ഥം. സന്തോഷത്തിൻ്റെ രഹസ്യം എന്താണെന്ന് അറിഞ്ഞു വരാൻ. അപ്പോൾ കച്ചവടക്കാരൻ അയാളുടെ മകനെ ഒരു ജ്ഞാനിയുടെ അടുത്തേക്ക് അയച്ചത് എന്തിനാണ്? മറ്റൊന്നിനുമല്ല, സന്തോഷത്തിൻ്റെ രഹസ്യം എന്താണെന്ന് അറിഞ്ഞു വരാൻ. മനുഷ്യന് ഏറ്റവും ആവശ്യമായ ഒന്നാണല്ലോ സന്തോഷം. സന്തോഷമില്ലെങ്കിൽ ജീവിതത്തിന് ഒരർത്ഥവുമില്ല. ഏതാണ്ട് 40 നാൾ അവൻ മരുഭൂമിയിൽ അലഞ്ഞു നടന്നു. ഒടുവിൽ അച്ഛൻ പറഞ്ഞ ജ്ഞാനിയുടെ വാസസ്ഥലം കണ്ടുപിടിച്ചു. കുന്നിൻ മുകളിലുള്ള അതിമനോഹരമായൊരു കൊട്ടാരം. എന്തായാലും വളരെ ദിവസങ്ങൾക്ക് ശേഷം ആ കച്ചവടക്കാരൻ്റെ മകൻ ആ ജ്ഞാനിയുടെ കൊട്ടാരം കണ്ടുപിടിച്ചു. ഒരു കുന്നിൻ്റെ മുകളിലാണ്, അതിമനോഹരമാണ് ആ കൊട്ടാരം. ഇനി അതിൻ്റെ അകത്തു ചെന്നപ്പോഴോ അതിലും വലിയ വിസ്മയം. അവൻ്റെ സങ്കല്പത്തിലുണ്ടായിരുന്നത് അതിദിവ്യനായ ഒരു സന്യാസി വര്യനായിരുന്നു. അച്ഛൻ മകനെ ജ്ഞാനിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചപ്പോൾ മകൻ വിചാരിച്ചത് അതിദിവ്യനായ ഒരു സന്യാസി വര്യനാണ് ആ ജ്ഞാനി എന്നാണ്. പക്ഷേ വിസ്മയിച്ചു പോയി. മനസ്സിൽ പ്രതീക്ഷിച്ച ആളേ അല്ല ആ ജ്ഞാനി. അവിടെ ആ കൊട്ടാരത്തിൽ ഇവിടെ നല്ല തിരക്കുമുണ്ട്. പലതരത്തിലുള്ള ആളുകൾ വരുന്നു പോകുന്നു. ചിലർ മൂലകളിൽ കൂട്ടം കൂടി നിന്ന് സംസാരിക്കുന്നു. ഒരു ഭാഗത്ത് ചെറിയൊരു ഗാനമേള, അതിനപ്പുറത്ത് അതിസമൃദ്ധമായൊരു വിരുന്നുമേശ, വലിയ വലിയ തളികകൾ നിറച്ച് ആസ്വാദ്യകരങ്ങളായ പലതരം വിഭവങ്ങൾ വിളമ്പി വച്ചിരിക്കുന്നു. ഓരോരുത്തരെയായി അരികിൽ വിളിച്ച് ജ്ഞാനി വിവരങ്ങൾ അന്വേഷിക്കുന്നു. ഏതാണ്ട് 2 മണിക്കൂർ കാക്കേണ്ടി വന്നു അവൻ്റെ തവണയെത്താൻ. അവൻ തൻ്റെ വരവിൻ്റെ ഉദ്ദേശ്യം ജ്ഞാനിയെ അറിയിച്ചു. അങ്ങനെ ജ്ഞാനിയുടെ കൊട്ടാരത്തിലെത്തിയപ്പോൾ ആ ബാലൻ ആകെ വിസ്മയിക്കുകയാണ്. മനസ്സിൽ കണ്ടത് ഒരു സന്യാസി വര്യനെയാണ്. പക്ഷേ ഇവിടെ എല്ലാം വ്യത്യസ്തമായിരിക്കുന്നു. ഒടുവിൽ ഒരു 2 മണിക്കൂറോളം കാത്തുനിന്നതിന് ശേഷം നമ്മുടെ സാന്റിയാഗോ, ആ ബാലൻ്റെ പേര് അതാണ്, സാന്റിയാഗോയ്ക്ക് ഈ ജ്ഞാനിയുടെ അടുത്ത് എത്താൻ സാധിച്ചു. എന്നിട്ട് തൻ്റെ വരവ്, താൻ എന്തിനാണ് വന്നത് എന്നത്, ലക്ഷ്യം, തൻ്റെ വരവിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ജ്ഞാനിയെ അറിയിച്ചു.
വിവരമെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, സന്തോഷത്തിൻ്റെ രഹസ്യമറിയണം അല്ലേ? പക്ഷേ തൽക്കാലം അല്പം തിരക്കുണ്ട്. പോയി ഈ കൊട്ടാരമൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടിട്ട് വരൂ. ഒരു 2 മണിക്കൂർ കഴിഞ്ഞ്. അപ്പോൾ എനിക്ക് നല്ല തിരക്കാണ്, അപ്പോൾ അതുകൊണ്ട് ആദ്യം ഈ കൊട്ടാരമെല്ലാം ഒന്ന് ചുറ്റി നടന്ന് കാണൂ. എന്നിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് എന്നെ വന്ന് കാണണം. കഴിഞ്ഞില്ല. ഒരു ചെറിയ സ്പൂൺ എടുത്ത് അദ്ദേഹം അവൻ്റെ നേരെ നീട്ടി. അതിൽ 2 തുള്ളി എണ്ണയുണ്ടായിരുന്നു. വെറുതെ നടക്കേണ്ട, ഇതുകൂടി കയ്യിലിരിക്കട്ടെ, അദ്ദേഹം പറഞ്ഞു. അങ്ങനെ സ്ഥലമൊക്കെ ചുറ്റിക്കണ്ട് വരുന്നതിനായിട്ട് ജ്ഞാനി ഈ സാന്റിയാഗോയെ നിയോഗിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, വെറുതെ നടക്കണ്ട, അതാ ഒരു സ്പൂണും അതിൽ 2 തുള്ളി എണ്ണയും കൊടുക്കുന്നു. എന്നിട്ട് പറഞ്ഞു, നടക്കുമ്പോൾ എണ്ണ തുളുമ്പിപ്പോകാതെ സൂക്ഷിക്കണം. ഇതെല്ലാം കാണുമ്പോൾ കയ്യിൽ സ്പൂണുമുണ്ട്, അതിൽ 2 തുള്ളി എണ്ണയുമുണ്ട്. പക്ഷേ അത് എണ്ണ തുളുമ്പി പുറത്തു പോകാതെ സൂക്ഷിക്കണം എന്നുകൂടി പറയുന്നുണ്ട്. കൊട്ടാരത്തിലെ എണ്ണമറ്റ കോണിപ്പടികൾ കയറിയും ഇറങ്ങിയും അവൻ 2 മണിക്കൂർ കഴിച്ചുകൂട്ടി. പക്ഷേ മനസ്സ് മുഴുവൻ എന്തിലായിരുന്നു? ആ സ്പൂണിലായിരുന്നു. സ്പൂണിലെ 2 തുള്ളി എണ്ണ താഴെ കളയരുതെന്നല്ലേ ജ്ഞാനിയുടെ നിർദ്ദേശം? എണ്ണ തുളുമ്പിപ്പോകരുതല്ലോ. 2 മണിക്കൂറിന് ശേഷം അവൻ ജ്ഞാനിയിരുന്ന മുറിയിൽ തിരിച്ചെത്തി. ജ്ഞാനി പറഞ്ഞതുപോലെ അവൻ ആ എണ്ണയും സ്പൂണുമായിട്ട് 2 മണിക്കൂർ ആ കൊട്ടാരം മുഴുവൻ ചുറ്റി നടന്നു. പക്ഷേ അവൻ്റെ ശ്രദ്ധ മുഴുവൻ ആ സ്പൂണിലായിരുന്നു, എണ്ണ തുളുമ്പി പുറത്തു പോകാതെ. ഇതാ അവൻ ജ്ഞാനിയുടെ അടുത്തെത്തി. ഓ, നീ വന്നോ? അദ്ദേഹം അവൻ്റെ നേരെ തിരിഞ്ഞു. എല്ലാം നടന്നു കണ്ടില്ലേ? ഊൺമുറിയിലെ തിരശീലകൾ പേർഷ്യയിൽ നിന്നും പ്രത്യേകമായി നെയ്യിച്ചു കൊണ്ടുവന്നതാണ്. നമ്മുടെ ഉദ്യാനം എങ്ങനെ, അതും നീ കണ്ടില്ലേ? തികച്ചും 10 വർഷമെടുത്തു അതീ മട്ടിലാക്കി തീർക്കാൻ. ഗ്രന്ഥപുരയിൽ പോയില്ലേ? എത്ര മൃദുലവും മനോഹരവുമാണ് ഓരോ തുകൽ താളുകളും. ജ്ഞാനി ചോദിക്കുന്നു, നീ എല്ലാം കണ്ട് തിരിച്ചു വന്നല്ലോ. ഇതാ എല്ലാ സ്ഥലവും നീ കണ്ടില്ലേ? ഊണുമുറിയിലെ തിരശീലകൾ കണ്ടോ? അത് പേർഷ്യയിൽ നിന്നും പ്രത്യേകം നെയ്യിച്ചു കൊണ്ടുവന്നതാണ്. അതിമനോഹരമാണ് ആ തിരശീലകൾ. പിന്നെ ഉദ്യാനം കണ്ടില്ലേ? 10 വർഷത്തോളം എടുത്തു ആ ഉദ്യാനം ഇന്നത്തെ പോലെ അതിഭംഗിയുള്ളതാക്കി തീർക്കാൻ. ഗ്രന്ഥപുരയിലും പോയില്ലേ? അവിടെയും ധാരാളം പുസ്തകങ്ങളുണ്ട്. എന്തു പറയണമെന്നറിയാതെ അവൻ പരുങ്ങി നിന്നു. വാസ്തവത്തിൽ ഈ പറഞ്ഞതൊന്നും തന്നെ അവൻ്റെ ശ്രദ്ധയിൽ പെട്ടിരുന്നില്ല. മനസ്സു മുഴുവൻ സ്പൂണിലും എണ്ണയിലുമായിരുന്നു. അതെങ്ങാൻ തുളുമ്പിപ്പോയാലോ? അവൻ വാസ്തവം തുറന്നു പറഞ്ഞ് കുറ്റസമ്മതം നടത്തി. ഇവിടെ നോക്കൂ, 2 മണിക്കൂർ എല്ലാ സ്ഥലവും ചുറ്റി നടന്നെങ്കിലും നമ്മുടെ സാന്റിയാഗോ ഒന്നും തന്നെ കണ്ടില്ല. അവന് മറ്റുള്ള കാഴ്ചകളൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. കാരണം അവൻ്റെ ശ്രദ്ധ മുഴുവൻ തൻ്റെ കയ്യിലിരിക്കുന്ന സ്പൂണും അതിലെ 2 തുള്ളി എണ്ണയുമായിരുന്നു. അത് തുളുമ്പിപ്പോകാതിരിക്കാൻ അവൻ വളരെയധികം ശ്രദ്ധിച്ച് നടന്നുകൊണ്ടിരുന്നു. അവസാനം അവൻ പറഞ്ഞു, ആട്ടെ, ഒന്നുകൂടി പോയി എല്ലാം വിസ്തരിച്ച് കണ്ടിട്ട് വരൂ. ഇതാണെൻ്റെ ലോകം. തിരിഞ്ഞു നടക്കാൻ ഭാവിച്ച അവനെ അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ഒരാളെ വിശ്വസിക്കുന്നതിന് മുൻപ് അവൻ്റെ ചുറ്റുപാടുകൾ ശരിയായി മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ എന്തായാലും ആദ്യത്തെ തവണ ചുറ്റി നടന്നിട്ട് സാന്റിയാഗോയ്ക്ക് ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ വീണ്ടും ജ്ഞാനി പറയുകയാണ്, ഒന്നുകൂടി നീ ചുറ്റി നടന്നിട്ട് വരൂ. കൂടാതെ ഇങ്ങനെ കൂടി പറയുന്നുണ്ട്, ഒരാളെ വിശ്വസിക്കുന്നതിന് മുൻപ് അവൻ്റെ ചുറ്റുപാടുകൾ നന്നായി മനസ്സിലാക്കിയിരിക്കണം. ഇതൊരു നല്ല വാക്യമാണ്. ഏതൊരു കാലത്തും നമ്മൾ അനുവർത്തിക്കേണ്ട, ചെയ്യേണ്ട ഒരു കാര്യം. ഏതൊരാളെയും വിശ്വസിക്കുന്നതിന് മുൻപ് നമ്മൾ അയാളെക്കുറിച്ച് ശരിയായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ ചെയ്താൽ നമുക്ക് മറ്റാപത്തുകളൊന്നും വരികയില്ല. അവന് സമാധാനമായി. വീണ്ടും അവൻ ജ്ഞാനിയുടെ കൊട്ടാരം നടന്നു കാണാൻ പുറപ്പെട്ടു. അങ്ങനെ അവൻ രണ്ടാമതും ആ കൊട്ടാരം കാണാൻ പോവുകയാണ്. അപ്പോഴും
കയ്യിലുണ്ടായിരുന്നു എന്ത്? ആ സ്പൂണും 2 തുള്ളി എണ്ണയും. എന്നാലും ഒന്നും വിടാതെ എല്ലാം വിസ്തരിച്ചു തന്നെ അവൻ നോക്കിക്കണ്ടു. ഇത്തവണ എന്തായാലും അവൻ ആദ്യത്തെ പോലെ ആയില്ല. എല്ലാ സ്ഥലങ്ങളും വിസ്തരിച്ച് നോക്കിക്കണ്ടു. തട്ടിലും ചുമരിലുമൊക്കെയുള്ള കലാസൃഷ്ടികൾ, അതിസുന്ദരമായ ഉദ്യാനം, അതിനു ചുറ്റുമുള്ള മലനിരകൾ, എല്ലാ തരത്തിലും നിറത്തിലുമുള്ള പൂക്കൾ, എന്തുമാത്രം സൗന്ദര്യബോധത്തോടുകൂടിയാണ് ആ തോട്ടം ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും എല്ലാം ആസ്വദിക്കുക തന്നെ ചെയ്യുകയാണ് ആ ബാലൻ. അവൻ തട്ടിലും ചുമരിലുമുള്ള ആ കലാസൃഷ്ടികൾ, നല്ല കൊത്തുപണികളൊക്കെയുണ്ട്, ചുമരിലുമുണ്ട് മുകളിലുമുണ്ട്, അതെല്ലാം കണ്ടു. ഉദ്യാനം കണ്ടു, മലനിരകൾ കണ്ടു, പിന്നെ പല നിറത്തിലുള്ള പൂക്കൾ, തോട്ടമാണെങ്കിൽ അതിഭംഗിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതെല്ലാം കണ്ടിട്ട് അവൻ തിരിച്ച് ജ്ഞാനിയുടെ അടുത്ത് എത്തുകയാണ്. ജ്ഞാനിയുടെ മുമ്പിൽ അവൻ പിന്നെയും ചെന്നു നിന്നു. കണ്ട കാഴ്ചകളെല്ലാം വിശദമായി തന്നെ അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചു. ഞാൻ എല്ലാം കണ്ടു, എനിക്ക് കണ്ടതെല്ലാം വളരെ ഇഷ്ടമായി, എല്ലാ കാര്യങ്ങളും അവൻ ജ്ഞാനിയെ പറഞ്ഞു കേൾപ്പിച്ചു. ജ്ഞാനി അവനോട് ചോദിച്ചു, നീ എല്ലാ കാഴ്ചകളും കണ്ടു, ശരി തന്നെ. പക്ഷേ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച ആ 2 തുള്ളി എണ്ണ എവിടെ? അപ്പോഴാണ് അവൻ കയ്യിൽ പിടിച്ചിരുന്ന സ്പൂണിലേക്ക് നോക്കിയത്. അത് തികച്ചും ശൂന്യം. അതുവരെ ആ സ്പൂണ് അവൻ ശ്രദ്ധിച്ചിരുന്നില്ല. ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച ആ 2 തുള്ളി എണ്ണ എവിടെ എന്ന് ജ്ഞാനി ചോദിച്ചപ്പോഴാണ് ആ ബാലൻ തൻ്റെ കയ്യിലുള്ള സ്പൂണിലേക്ക് ശ്രദ്ധിച്ചത്. അതിൽ എണ്ണയുണ്ടായിരുന്നോ? ഇല്ല, അത് തുളുമ്പി പുറത്തു പോയിരുന്നു. നീ പഠിച്ചിരിക്കേണ്ടതായ ഒരു പാഠമേയുള്ളൂ. ജ്ഞാനികളിൽ ജ്ഞാനിയായ ആ വൃദ്ധൻ്റെ പ്രൗഢ ഗംഭീരമായ സ്വരം. അദ്ദേഹം പറയുകയാണ്, നീ പഠിച്ചിരിക്കേണ്ടതായിട്ട് ഒരു പാഠമേയുള്ളൂ. അതെന്താണ്? ഈ ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിച്ചോളൂ. അപ്പോഴും കൈവശമുള്ള കരണ്ടിയും അതിലെ 2 തുള്ളി എണ്ണയും മനസ്സിലുണ്ടായിരിക്കണം. അത് തന്നെയാണ് സന്തോഷത്തിൻ്റെ രഹസ്യം. അദ്ദേഹം പറയുന്നു, ഈ ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിച്ചോളൂ. അപ്പോഴും കയ്യിലുള്ള കരണ്ടിയും അതിലെ 2 തുള്ളി എണ്ണയും മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ കാണുന്നതോടൊപ്പം തന്നെ, അത് ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് നഷ്ടപ്പെടുത്താതെ നാം ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണ്. നിങ്ങൾക്ക് വേണ്ട ഏറ്റവും അത്യാവശ്യമായ കാര്യവും പഠനം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സിനിമ കാണുന്നു, പല സ്ഥലങ്ങൾ കാണാൻ പുറപ്പെടുന്നു, സഞ്ചരിക്കുന്നു, അതുപോലെ മറ്റ് വിനോദങ്ങളിൽ ഏർപ്പെടുന്നു. ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. അതിനോടൊപ്പം നമുക്ക് വേണ്ട ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് പഠനം എന്നുള്ളത്. അപ്പം നാം നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ വിനോദങ്ങളും കാണുന്നതോടൊപ്പം ഒട്ടും തന്നെ വിസ്മരിക്കാതെ നമുക്ക് വേണ്ട പഠനവും വിദ്യാഭ്യാസവും നമ്മൾ ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അത് സന്തോഷം നൽകുന്നതായിരിക്കും. പഠനത്തിൽ ഉന്നത മാർക്ക് വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും അത് സന്തോഷത്തിൻ്റെ രൂപത്തിലാണല്ലോ നമുക്കും നമ്മുടെ കുടുംബങ്ങളിലും വന്നു ഭവിക്കുന്നത്. വൃദ്ധൻ കഥ പറഞ്ഞു നിർത്തി. ഇടയൻ നിശബ്ദനായിരുന്നു. ആ ഇടയബാലൻ നിശബ്ദനായിരുന്നു, ഒന്നും മിണ്ടാതെയിരുന്നു. കഥയുടെ ഗുണപാഠം അവൻ്റെ മനസ്സിൽ പതിഞ്ഞു. എന്താണത്? ഇടയൻ്റെ മോഹം നാട് ചുറ്റി കാഴ്ചകൾ കാണുക എന്നതാണ്. ഇടയനാഗ്രഹം, ആ ബാലനാഗ്രഹം നാട് ചുറ്റുക എന്നതാണ്. അതായിക്കോട്ടെ, അത് വേണം, നാട് ചുറ്റണം, നാടുകളെല്ലാം കാണണം. പക്ഷേ അപ്പോഴും അവൻ്റെ കണ്ണ് എന്തിൽ മാത്രമായിരിക്കണം? സ്വന്തം ആട്ടിൻകൂട്ടത്തിൻ്റെ മേൽ തന്നെയുണ്ടാകണം. അവന് ജീവിതമാർഗമായ, അവന് അന്നം നൽകുന്ന ആ ആട്ടിൻകൂട്ടങ്ങളെ ശ്രദ്ധിക്കുകയും വേണം. അപ്പം നാട് ചുറ്റി നാടിൻ്റെ ഭംഗി ആസ്വദിച്ച് നടക്കുന്നതോടൊപ്പം തന്നെ ശ്രദ്ധയും വേണം തൻ്റെ ആട്ടിൻപറ്റങ്ങളെ നോക്കുന്ന കാര്യത്തിൽ.
അപ്പോൾ രണ്ട് കാര്യങ്ങളും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്ന് സന്തോഷം തന്നെ വന്നു ഭവിക്കും. പാഠത്തിൻ്റെ ആശയം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ചോദ്യങ്ങളുമായിട്ട് എത്താം.